കിലോമീറ്റേഴ്സ് മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂയിങ് വീഡിയോ ആണ്. തികച്ചും വ്യത്യസ്തകരമായൊരു സംഭവം തന്നെയാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഹോളി ലാൻഡിൻ്റെ പൈറോ എച്ച് എന്ന് പറയുന്ന ഒരു വയർലെസ് വീഡിയോ ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നോർമലി നമ്മൾ വീഡിയോഗ്രാഫേഴ്സിന്, ഫിലിം മേക്കേഴ്സിന് ഒക്കെ വേണ്ടിയിട്ട് ഹോളി ലാൻഡ് തയ്യാറാക്കിയ ഒരു വയർലെസ് സിസ്റ്റമാണ്. നോർമലി നമ്മൾ ക്യാമറകൾ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ സ്വിച്ചറിലേക്കോ കണക്ട് ചെയ്യുമ്പോൾ, സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് സ്വിച്ചറിലേക്കോ കണക്ട് ചെയ്യുമ്പോൾ നോർമലി വയേർഡായിട്ടുള്ള കണക്ഷൻസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പരിഹാരമായി വലിയ നീളമുള്ള വയറുകൾ കണക്ട് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റമാണ് ഹോളി ലാൻഡിൻ്റെ പൈറോ എച്ച്. ഇത് 2024 ഏപ്രിലാണ് ഹോളി ലാൻഡ് പുറത്തിറക്കിയത്. ഇതിനു മുമ്പും ഹോളി ലാൻഡ് പല മോഡലുകളിൽ, പല വേരിയൻറ്റിലായിട്ട് പല ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റങ്ങളും നേരത്തെ ഇറക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പൈറോ എച്ച് എന്ന് പറഞ്ഞൊരു ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിങ്ങിലേക്ക് പോകാം. തുറക്കുമ്പോൾ തന്നെ ഒരു ബുക്ക്ലെറ്റ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വാറണ്ടി പേപ്പറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അത് മാറ്റി കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററും റിസീവറും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ അതിൻ്റെ കൂടെ ഒരു USB to C ടൈപ്പ് അഡാപ്റ്ററും ക്യാമറ മൗണ്ടും, അതായത് ട്രാൻസ്മിറ്റർ മൗണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ക്യാമറ മൗണ്ട് കൊണ്ട് നമുക്ക് എല്ലാ ക്യാമറയിലും കണക്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗിംബൽ പോലുള്ള സാധനങ്ങളിൽ ഇത് വെക്കുമ്പോൾ, ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു NBF വെയ്റ്റുള്ള ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ബാലൻസിങ് നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സാഹചര്യങ്ങളിൽ നമുക്ക് ട്രിഗ് ചിലപ്പോൾ വേണ്ടി വരുന്നതായി. ട്രാൻസ്മിറ്ററും റിസീവറും മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു 5 ആൻറ്റിനകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ റിസീവറും ഇതിൻ്റെ ട്രാൻസ്മിറ്ററുമാണ്. ട്രാൻസ്മിറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് NBF ബാറ്ററി കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് USB 5 വോൾട്ട് 2 ആംപിയർ USB-C ടൈപ്പ് ചാർജിങ് പോർട്ട്, ഓൺ ഓഫ് ബട്ടണും നാവിഗേഷൻ ആയിട്ടുള്ള ഒരു സ്ലൈഡറും കാണാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ മറുവശത്ത് HDMI ലൂപ്പ്, HDMI ഇൻ, അതായത് ക്യാമറയിൽ നിന്ന് വരുന്നുള്ള കണക്ഷൻ HDMI ഇന്നിനകത്താണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ ഡയറക്റ്റ് DC ബാറ്ററി എന്നുള്ള ചാർജിങ്ങും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാത്തിൻ്റെയും ബോട്ടത്തിലായിട്ട് നമുക്ക് ട്രൈപോഡ് മൗണ്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2.4 GHz മുതൽ 5 GHz വരെയാണ് നമുക്ക് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5 ആൻറ്റിനകളും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം നമുക്ക് റിസീവറിൽ, 2 എണ്ണം ട്രാൻസ്മിറ്ററിലും കണക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ട്രിക്കിൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാറ്ററി ആൻഡ് ചാർജർ കിറ്റുണ്ട്. ഇത് NPF 970 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത ഒരു ബാറ്ററി കിറ്റാണ്. ഏകദേശം എനിക്കൊരു 6 to 8 hours വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എനിക്ക് ലഭിച്ചായിരുന്നു. ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു NPF ബാറ്ററിയാണ് ഈ സ്മോൾ ട്രിക്കിൻ്റെ. ഇത് അത്യാവശ്യം നല്ല ബാക്കപ്പ് തരുന്ന ഒരു ബാറ്ററി തന്നെയാണ്. പിന്നെ ചാർജിങ്ങിന് വേണ്ടി കുറച്ച് കൂടുതൽ സമയം എടുക്കും എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു ബാക്കപ്പ് തന്നെ ഈ ബാറ്ററി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതായതുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബാറ്ററി പാക്ക് തന്നെ. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്മിറ്ററിലും റിസീവറിലും NPF ബാറ്ററീസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബാറ്ററി ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഏകദേശം ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ ട്രാൻസ്മിറ്ററും റിസീവറും ഓണാക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചാനൽ 2 കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റിസീവറിലും ചാനൽ 2 കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ക്യാമറയിലോ എങ്ങനെ കണക്ട് ചെയ്യാത്തതുകൊണ്ട് നോ വീഡിയോ എന്നാണ് കാണിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ക്വാളിറ്റി എൻ്റെ ഫ്രെയിം പെർ സെക്കൻഡും അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു വിഷയം എനിക്ക് അനുഭവപ്പെട്ടത്, ഇത് 2 ട്രാൻസ്മിറ്ററുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പെയറിങ് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 റിസീവർ 2 ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് സെയിം പയറോ വെച്ചതിൻ്റെ സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് 2 ട്രാൻസ്മിറ്ററുകൾ ഒരു റിസീവറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. ഇത് 2 ട്രാൻസ്മിറ്ററാണ്. ഇത് 3 ചാനൽ 2ലേക്കാണ്. അപ്പോൾ ഈ ചാനൽ 2ൻ്റെ റിസീവർ ഇതൊരെണ്ണമാണ്. അപ്പോൾ നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് ഒരു റിസീവർ ഒരു ട്രാൻസ്മിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ, അതായത് ഒരു ക്യാമറയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ക്യാമറയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും തമ്മിൽ പെയർ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്. ഇത് പെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് 3 ഒരു സൈഡർ കാണാനായിട്ട് സാധിക്കുന്ന അപ്പ് ഡൗൺ, ഒരു സെൻറ്ററിൽ പ്രസ് ചെയ്യുന്ന ഒരു നോബ് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. വൺസ് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കുറച്ച് നേരം ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്കാന്, താഴോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് പെയറിങ്, സിസ്റ്റം, റിട്ടേൺ. ഇതിനകത്ത് ഈ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്രൂപ്പ് പെയറിംഗ് ആണ്. ഇതിനകത്ത് വൺസ് നമ്മൾ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു B എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ റിസീവറിലും അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിലും അതുപോലെ തന്നെ സെയിം മോഡൽ തന്നെ ഗ്രൂപ്പ് പെയറിങ് B എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് കറക്റ്റ് Bയിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിംഗ് സക്സസ്ഫുൾ എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് 2 പെയറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്മിറ്റർ ഒരു റിസീവറും പെയർ ചെയ്യേണ്ടത്. വൺസ് ഇതായി കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു വട്ടം നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇത് തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവുന്നതാണ്. ഇൻ കേസ് പെയർ ആയില്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ ഗ്രൂപ്പ് പെയറിങ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചാനലുകൾ സെയിം ആവാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കൃത്യമായ ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായ സ്വിച്ചറിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലാപ്പിലാണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ ഉപയോഗപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പെയറിങ്ങിൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.